തൃശൂർ തൃപ്പയാറിൽ കാർ യാത്രക്കാരിൽ നിന്നും 16 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘം. കവർച്ചയ്ക്ക് പിന്നിൽ രഞ്ജിത്ത് എന്നയാളുടെ സംഘമെന്നാണ് സൂചന. രൂപ ഡോളറാക്കി മാറ്റി നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് പാലക്കാട് വിളയൂർ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ളവരെ രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള കുഴൽപ്പണ സംഘം വിളിച്ചു വരുത്തിയത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, എന്തായാലും 16 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ ഇപ്പോൾ അന്വേഷണത്തിന് പ്രത്യേക സംഘം നിയോഗിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും അരുണിമ, ഇന്നലെ രാത്രി 9 മണിയോടെ തൃപ്രയാറിൽ വെച്ചാണ് ഈ ഒരു വൻ കവർച്ച നടന്നത്. ഈ കവർച്ച സംഘത്തിൽപ്പെട്ടവരെ പോലീസ് ഇപ്പോൾ തിരിച്ചറിഞ്ഞെന്നാണ് ഏറ്റവും പുതിയ വിവരം ലഭിക്കുന്നത്. ഈ കവർച്ച അന്വേഷിക്കുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇത്തരം കേസുകളിൽ പ്രത്യേക പ്രാവീണ്യം നേടിയ പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി 10 അംഗ സംഘത്തെയാണ് നിയമിച്ചിട്ടുള്ളത്. ഇവരാണ് ഇപ്പോൾ ഈ അന്വേഷണം പ്രധാനമായും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൂടാതെ മറ്റ് പോലീസ് തൃപ്രയാർ ഈ കവർച്ചയ്ക്ക് പിന്നിൽ ഉള്ള പ്രതികളെ പിടികൂടുന്നതിനായി അന്തിക്കാട് പോലീസിന് നേതൃത്വമുള്ള വേറെ മറ്റ് സംഘങ്ങളായി തിരിഞ്ഞും അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ഈ കവർച്ചയ്ക്ക് പിന്നിലുള്ള ആളെ കുറിച്ച് സൂചന ലഭിച്ചതായി പോലീസിൽ നിന്നും നമുക്ക് ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. അതായത് രഞ്ജിത്ത് എന്നയാളുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള സൂചന. ഇയാളുടെ ഫോൺ നമ്പർ കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഉടൻ ഈ പ്രതികൾ പിടിയിലാകും എന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരം. ഈ തട്ടിപ്പിന് ഇരയായത് പാലക്കാട് വിളയൂരിലെ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ള മുഹമ്മദ് റാഫി എന്ന് പറയുന്ന പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ളവരാണ് ഈ തട്ടിപ്പിന് ഇരയായത്. ഇവരുടെ കയ്യിലുള്ള ഇന്ത്യൻ രൂപ 16 ലക്ഷം ഈ തൃപ്രയാറിലേക്ക് എത്തിയാൽ ഇവർക്ക് ഈ 16 ലക്ഷത്തിന് പകരം ഡോളറാക്കി മാറ്റി നൽകാം എന്നൊരു വാഗ്ദാനം നടത്തിയാണ് ഈ തട്ടിപ്പ് സംഘം ഇവരെ തൃപ്രയാറിലേക്ക് ഇന്നലെ രാത്രി എത്തിക്കുന്നത്. ശേഷം ഇവരെ ഡോളറായി കൊണ്ടുവരുന്ന ഈ കവർച്ചാ സംഘത്തിനെ കാത്ത് വഴിയരിയിൽ കിടക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഇവരുടെ കാറിന്റെ ചില്ല് തകർത്ത ശേഷം മുളക് പൊടി മുഖത്തേക്കൊക്കെ സ്പ്രേ ചെയ്ത് 16 ലക്ഷം രൂപയുമായി ഇവർ കവർച്ചക്കാർ എത്തിയ ഇന്നോവ കാറിൽ പണം തട്ടിയെടുത്ത ശേഷം അവിടെ നിന്നും രക്ഷപ്പെട്ടത്. ഈ ഇന്നോവ കാറിന്റെ നമ്പർ വ്യാജമാണെന്ന് ഇന്നലെ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു. എന്തായാലും ഈ പണം കൈമാറാൻ ഡോളർ കൊണ്ടുവന്ന സംഘത്തിൽ രഞ്ജിത്ത് എന്ന ആളുണ്ട് എന്നുള്ളൊരു വിവരം ഈ പണം നഷ്ടപ്പെട്ടവർ തന്നെയാണ് പോലീസിന് കൈമാറിയത്. ഇതനുസരിച്ചാണ് ഇവരുടെ നമ്പർ ഉൾപ്പെടെ ഈ പണം നഷ്ടപ്പെട്ടവരുടെ കയ്യിലുണ്ടായിരുന്നു. ഈ നമ്പർ ഉൾപ്പെടെയാണ് ഈ രഞ്ജിത്ത് എന്നയാളെ പോലീസ് ഇപ്പോൾ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രഞ്ജിത്ത് എന്നയാൾക്ക് വയനാട് സമാന രീതിയിൽ മറ്റൊരു കേസ് നേരത്തെ ഉള്ളതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാത്രിയോടെ അല്ലെങ്കിൽ അടുത്ത ദിവസത്തിനുള്ളിൽ തന്നെ പോലീസിന് ഈ തട്ടിപ്പ് സംഘത്തെ പിടികൂടാനാകുമെന്നുള്ളൊരു കാര്യമാണ് പോലീസിൽ നിന്ന് വ്യക്തമാക്കുന്നത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ അന്വേഷണത്തിലാണ്. അന്വേഷണ സംഘത്തിന്റെ പിന്നാലെ തന്നെ കവർച്ച സംഘത്തിന്റെ പിന്നാലെ തന്നെ പോലീസ് ഉണ്ട്. എന്തായാലും ഉടൻ ഇവർ പിടിയിലാകുമെന്നുള്ളൊരു വിവരമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. എന്തായാലും ഈ 16 ലക്ഷം രൂപ കൊണ്ടുവന്നതിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഈ ഡോളറാക്കി മാറ്റി ഇവർ ഈ പണം എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പണം നഷ്ടപ്പെട്ടവരിൽ നിന്നും പോലീസ് വിശദമായി ചോദിച്ചറിയുകയാണ്. ഇവർ നേരത്തെയും ഇത്തരത്തിൽ ഇന്ത്യൻ രൂപ ഡോളറാക്കി മാറ്റുന്ന ബിസിനസ് ചെയ്യുന്ന ആളുകളാണെന്നുള്ളൊരു വിവരം കൂടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ട്. അത്തരത്തിലാണ് ഈ 16 ലക്ഷവുമായി തൃപ്രയാറിലേക്ക് എത്തി ഡോളറാക്കി മാറ്റി വാങ്ങാൻ എന്നുള്ളൊരു ലക്ഷ്യത്തിൽ തൃപ്രയാറിലേക്ക് എത്തുന്നത്. പക്ഷേ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല. ഈ സംഘം കവർച്ചാ സംഘം എത്തി ഇവർ ആക്രമിച്ച് പണം കവർന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം വിപുലമാക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഈ ഡോളറാക്കി മാറ്റി വാങ്ങുന്ന പണം ഇവർ ട്രേഡിങ്ങിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. എന്ത് തരം ട്രേഡിംഗ് ആണ്? നിയമപ്രകാരമുള്ള ട്രേഡിംഗ് ആണോ അതോ മറ്റെന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് ഉപയോഗിക്കുകയാണെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും തട്ടിപ്പ് ഈ കവർച്ചക്കാരെ കണ്ടെത്താനുള്ള പരിശോധനയ്ക്ക് അല്ലെങ്കിൽ അന്വേഷണത്തിന് പിന്നാലെ തന്നെ ഒപ്പം തന്നെ ഈ പണം നഷ്ടപ്പെട്ടവരോടും വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഈ പണം ഉപയോഗിക്കുന്ന രീതി എന്തിനാണ്? ഡോളർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാറ്റി വാങ്ങി നിങ്ങൾ എന്താണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഉൾപ്പെടെ കാര്യങ്ങൾ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. എന്തായാലും പ്രതികളെ ഉടൻ തന്നെ പിടികൂടും എന്നുള്ള ഒരു കാര്യമാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം. അരുണിമ, ശരി, വ്യക്തമാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്.